Hello everyone, it's me Rahul. Welcome to Richard Talks. Hi, how was the day? Last Friday, I എനിക്കൊരു ബിഗ് പ്രോഫിറ്റ് ആയിരുന്നു. ഹാപ്പി വീക്കെൻഡ്. വീക്കെൻഡ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ഡേ ഒരു ആസ് എ ട്രേഡർ. ജസ്റ്റ് ഒരു ഫ്രൈഡേ കഴിഞ്ഞിട്ടുള്ള 2 ഡേ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ബിക്കോസ് ഞാൻ യു എസിലാണ്. പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല, ഞാൻ യു എസിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഈ 2 ദിവസം കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ലാസ്റ്റ് 2 ഡേ ഫ്രൈഡേ ഞാൻ ലോങ് ഡ്രൈവിന് പോയായിരുന്നു. പറ്റുമെങ്കിൽ എൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഇടാം ഞാൻ വിചാരിച്ചിരുന്നു. ഒരു വ്ളോഗ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, നോക്കട്ടെ, ഇടുന്നുണ്ട്. ബിക്കോസ് ഫോറക്സ് ട്രേഡിങ്ങിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പോകുന്നതിന് മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ദിവസം? നിഫ്റ്റി 50 ഞാൻ ട്രേഡ് പറഞ്ഞിരുന്ന പോലെ തന്നെയാണ് പോയിട്ടുള്ളത്. ജസ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുക. ഇതിൻ്റെ ലാസ്റ്റ് വീക്കിൽ ഞാൻ അനാലിസിസ് ചാർട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ ഒരു ഏരിയ, ഈ ഒരു നോ ട്രേഡിങ് സോൺ ആയിട്ട് എടുക്കണം. ഓക്കെ, നോ ട്രേഡിങ് സോൺ ആയിട്ട് എടുക്കണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ട്രേഡിങ് സോണിന്റെ പുറത്തോട്ട് നിഫ്റ്റി വന്നപ്പോൾ നിഫ്റ്റി നല്ലൊരു ഫാൾ താഴ്ത്തു വന്നു അല്ലേ? നല്ലൊരു ഫാളിന് താഴ്ത്തു തന്നു. ഞാൻ എപ്പോഴും വീഡിയോയിലെല്ലാം പറയുന്ന പോലെ ഫസ്റ്റ് നിഫ്റ്റി ബ്രേക്ക് ആവുമ്പോൾ തന്നെ ചാടിക്കയറി എൻട്രി എടുക്കാതെ ജസ്റ്റ് റീടെസ്റ്റ് ചെയ്യുമ്പോൾ റീടെസ്റ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുകയാണെങ്കിൽ സി ദ ഫോൾ. ഒരു നല്ലൊരു ഫോൾ വന്നു അല്ലേ? നോക്കി, ആ റീടെസ്റ്റ് ഉണ്ട്, പ്രോപ്പർ റീടെസ്റ്റ്. ഈ റീടെസ്റ്റിനെ പറ്റിയാണ് ഞാൻ എപ്പോഴും വീഡിയോസ് പറയാറുള്ളത്. കാരണം ഈ ഒരു ഫോള് കഴിഞ്ഞിട്ടുള്ള റീടെസ്റ്റ്, നമ്മൾ നമ്മളെ ഇപ്പോൾ ട്രേഡിങ് പഠിച്ചു വരുന്ന ഒരു നോർമൽ ട്രേഡറൊക്കെ ഈ ഒരു ബ്രേക്കിൽ, ഈ ഒരു ക്യാൻഡിലിൽ, ഈ ഒരു 950 ഈ ഒരു ക്യാൻഡിൽ തന്നെ എൻട്രി എടുക്കുകയാണെങ്കിൽ തിരിച്ച് ഈ ഒരു ഇത്രയും വലിയൊരു റിവേഴ്സൽ കാണുമ്പം ചിലപ്പം ലോസ് കണ്ട് എക്സിറ്റ് അടിച്ച് പോകും. അല്ലെങ്കിൽ പിന്നെ എക്സ്പെർട്ടായിട്ട് നല്ല ഒരു എന്താ പറയുക സൈക്കോളജിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത ഒരാളാണെങ്കിൽ വെയിറ്റ് ചെയ്യും ഇത് ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാത്ത ആൾക്കാർ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് പോകും. അത് എപ്പോഴും ലോസിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മൺഡേയിലോട്ട് ജസ്റ്റ് നമുക്ക് അനാലിസിസ് ചെയ്യാം. ഓക്കെ, ഞാനെല്ലാം ഷോർട്ട് കംപ്ലീറ്റ് കാലിയാക്കി അല്ലേ? ഫുള്ള് കാലിയാക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വീക്കിലി തന്നെ അനാലിസിസ് തുടങ്ങണം. വീക്കിലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ലതാണ്. ഒരു വലിയ ടൈം ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ ഒരു പുതിയൊരു ആഴ്ച തുടങ്ങാൻ. അപ്പോൾ വലിയൊരു ടൈം ഫ്രെയിമിൽ തുടങ്ങുന്നത് ഇപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ വീക്കിലിയിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ആ ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ച് വെക്കാം. നമ്മുടെ 2010 മാർച്ചിലുണ്ടായ ട്രെൻഡ് ലൈൻ ഓൾറെഡി ബ്രേക്ക് ചെയ്തു. ആ ട്രെൻഡ് ലൈൻ നമ്മൾ ഇവിടുന്ന് വരയ്ക്കണതിന് ആ ട്രെൻഡ് ലൈനൊക്കെ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി താഴെ പോകുന്നു ഉണ്ടോ? അതൊക്കെ ബ്രേക്ക് ചെയ്തു. നിഫ്റ്റി ഓൾറെഡി വീക്കിലി തന്നെ അത് ബ്രേക്ക് ചെയ്തു. നിഫ്റ്റി താഴെയാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. ആ ട്രെൻഡ് ലൈൻ നല്ല ഭംഗിയായിട്ട് തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ നിഫ്റ്റി നമുക്കൊരു ബിയറിഷ് സൈഡിലോട്ടുള്ള ട്രേഡ് നോക്കുന്നതായിരിക്കും ഇതുകൂടെ. അതായത് ആസ് എ ഡയറക്ഷൻ ട്രേഡർ അങ്ങനെ ട്രേഡ് ചെയ്യുന്നതാണ് നമുക്കൊന്നുകൂടെ നല്ലത്. കാരണം എപ്പോഴും ഒരു ഷോർട്ട് ടൈമിലുള്ള ഒരു ഇത് കണ്ടിട്ടൊന്നും നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും നമുക്ക് ലോങ് വ്യൂ എപ്പോഴും വേണം. ലോങ് വ്യൂ എപ്പോഴും ഉണ്ടാകുന്ന നല്ലതാണ്. ഓക്കെ, ഓൾറെഡി ആ ലൈൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. പിന്നെ നിഫ്റ്റി നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിരുന്നു. പക്ഷേ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ നിഫ്റ്റി എല്ലാവരും ഇത് ലോങ് ആയിട്ട് പ്ലാൻ ചെയ്തിരുന്നു. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കയറിയപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നിഫ്റ്റി ഗോയിങ് ബാക്ക്. പക്ഷേ നിഫ്റ്റി പ്രതീക്ഷകളെ തെറ്റിച്ച് പിന്നെ വീണു. ഓക്കെ, നമുക്ക് രണ്ടെണ്ണം ഈ ഒരു ബോഡിയെ വെച്ചിട്ട്, ഈ ഒരു മെയിൻ ബോഡി ഈ വലിയ ക്യാൻഡിൽ വെച്ചിട്ട് ഇത് വരയ്ക്കാം. അപ്പം നിഫ്റ്റി നോക്ക്, നിഫ്റ്റി ഇപ്പം ഏകദേശം ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ട്രെൻഡ് ലൈനും നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നമുക്ക് നിഫ്റ്റിയുടെ ഹൈയും ലോയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിൽ നിങ്ങളത് വരച്ച് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ചെറിയൊരു ജലദോഷം ഉണ്ടാണ് ശബ്ദമാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിരിക്കും. കാരണം ആ ട്രെൻഡ് ലൈനിൻ്റെ നിഫ്റ്റി വന്ന് നിൽക്കുന്നുണ്ട്. ആ ട്രെൻഡ് ലൈനിൽ നിഫ്റ്റി വന്ന് സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് കൂടെ നമുക്ക് കൊണ്ട് നോക്കണം താഴോട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ആ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുള്ളത്. പക്ഷേ നിഫ്റ്റിയുടെ ഈ ഒരു ഏരിയ
നിഫ്റ്റിയുടെ ഈ ഒരു ലോ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് വലിയ വലിയ ടാർഗറ്റ് കാണാൻ കഴിയും. അതിന് മുന്നേ നമുക്ക് 50 മിനിറ്റ്സിലോട്ടിടാം. 50 മിനിറ്റ്സിലോട്ട് കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു ഫാളിങ് വെഡ്ജ് ഉണ്ടാക്കി നിൽക്കുകയാണ്. അപ്പം നിഫ്റ്റി ഒരു പുൾ ബാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊരു ടെമ്പററി ഫുൾ ബാക്ക് ആയിരിക്കും. ഓക്കെ, നിഫ്റ്റി വ്യൂ ബിയറിഷ് തന്നെയാണ്. അപ്പോൾ ഈ ഏരിയയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, ക്യാപിറ്റലൈസിൽ ട്രേഡ് ചെയ്യാം. ഡയറക്ഷൻ ട്രേഡിൽ ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. അതായിരിക്കും എപ്പോഴും നല്ലത്. ഈ ഒരു ഏരിയ നോ ട്രേഡിങ് സോണായിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ ആ ഏരിയയിൽ ട്രേഡ് ചെയ്യത്തില്ല. അപ്പം നമുക്ക് ഈ ഒരു ഏരിയ ഇത് ബ്രേക്ക് ചെയ്ത് മുകളോട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡ് മുകളോട്ട് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അത് ബ്രേക്ക് ചെയ്യുന്നവരെ ഈ ഏരിയയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. കാരണം ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തു, ഇതിപ്പോൾ നാളെ ഇത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ ഇവിടേക്ക് നമുക്കൊരു ടാർഗറ്റ് പോലും അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ പിന്നെ 50 പോയിന്റ്സ് ഒക്കെ എടുത്തിട്ട് ഒരു സ്റ്റാപ്ലിംഗ് ചെയ്യേണ്ടി വരും. പിന്നെ തിരിച്ച് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ലോസ് ഉണ്ടാവും. കാരണം മുകളോട്ട് പോകുന്നതിനെക്കാട്ട് സ്പീഡിൽ നിഫ്റ്റി താഴോട്ട് വരും. കാരണം മാർക്കറ്റ് സെന്റിമെന്റ്സും എല്ലാം ഡൗൺ തന്നെയാണ്. അപ്പം ഈ ഒരു പാറ്റേൺ എപ്പോഴും എല്ലാ കാര്യവും ഇതിന് പുറത്ത് നിഫ്റ്റി പോയാൽ തീർച്ചയായിട്ടും ഒരു അപ്സൈഡ് മൂവ് കാണിക്കും. പക്ഷെ അപ്സൈഡ് മൂവ് കാണിക്കുമ്പോൾ ആ മൂവ് നമുക്കൊരു സ്ട്രോങ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ മൂവിന് ഒരു സ്ട്രെങ്ത് വരണമെങ്കിൽ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി മേളിൽ പോകണം. ഓക്കെ, എന്നാലും താഴോട്ട് നമുക്ക് പ്രോപ്പറായിട്ട് സപ്പോർട്ടായിട്ട് ഒരു നമുക്കൊരു എന്താ പറയുക സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഏരിയ കിട്ടും. നമുക്ക് എവിടെ നോക്കും ഒരു ഡയറക്ഷൻ ഇല്ല ഈ ഏരിയയിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഏരിയ താഴോട്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നിഫ്റ്റിയുടെ ഡേലോ താഴോട്ട് വന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നിഫ്റ്റിയുടെ ഡേലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടുള്ള ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. അപ്പം ബ്രേക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് ഇത് ബ്രേക്ക് ചെയ്തിട്ട് നിമിഷം മുന്നോട്ട് വന്നിട്ട് ഇവിടെ ഇത് സപ്പോർട്ട് എടുത്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ നല്ലത്. 5 മിനിറ്റ്സിലാണ് ഒരു എൻട്രി ഞാൻ പറയുന്നുള്ളത്. 50 മിനിറ്റ്സിലും നിങ്ങളുടെ സെറ്റപ്പിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം നാളെ നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഇനിയും വലിയ വലിയ മൂവ്മെന്റ്സ് താഴോട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിഫ്റ്റി ഏതായാലും താഴോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് 22,693 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കുമ്പോൾ T1 ആയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു സപ്പോർട്ട് ഉണ്ടോ, ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നിഫ്റ്റി ടെമ്പററിലി ഒരു അപ്സൈഡ് മൂവ് കാണിച്ചാൽ പോലും നമുക്ക് അവിടുന്ന് സേഫ് ആയിട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ 22,693 ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട്. സെക്കൻഡ് ടാർഗറ്റായിട്ട് ഗ്യാപ് ഫില്ലിംഗ് നമുക്ക് തീർച്ചയായിട്ടും താഴെ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റേ വരയ്ക്കുന്നുള്ളൂ. പിന്നെ താഴോട്ടുള്ള ടാർഗറ്റ് നിങ്ങൾ അനാലിസിസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് തേർഡ് ടാർഗറ്റ് ഞാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മൾ തേർഡ് ടാർഗറ്റായിട്ട് വരുന്നത്. അപ്പം 1 2 3 ഫസ്റ്റ് ടാർഗറ്റ് 22,693, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 22,521, തേർഡ് ടാർഗറ്റ് ആയിട്ട് 22,320. അപ്പം ഈ 3 ടാർഗറ്റ് നമുക്ക് മൺഡേ താഴോട്ട് കാണാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. നിഫ്റ്റി താഴോട്ടുള്ള വ്യൂ ആണ് വെക്കേണ്ടത്. കാരണം മാർക്കറ്റ് സെന്റിമെന്റ്സ് തീർച്ചയായിട്ടും ഇപ്പം ബിയറിഷ് ആണ്. ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു പ്ലാനിങ് ഉണ്ടാക്കാൻ പോകുന്നില്ല. എൻ്റെ പ്രോപ്പർ ട്രേഡ് പ്ലാൻ ഇതാണ്. എൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് ഞാൻ ഇനി വേറെ ആയിട്ട് സ്പെഷ്യലായിട്ട് അനാലിസിസ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാനെൻ്റെ അനാലിസിസ് ആണ് ഞാൻ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത് പിന്നെ ഞാൻ പോയി വേറെ അനാലിസിസ് ചെയ്യാറില്ല. ഇത് തന്നെയാണ് ഞാൻ ട്രേഡിൽ എടുക്കാറ്. അപ്പം നിങ്ങളും നിങ്ങളുടെ രീതിയിലുള്ള ഒരു വ്യൂ എന്താണെന്ന് വെച്ചാൽ മേഡ് ചെയ്യുക. അപ്പം എൻ്റെ വ്യൂ ഇതാണ്. തിങ്കളാഴ്ച എൻ്റെ വ്യൂ ഇതാണ്. അപ്പം ഞാൻ 5 മിനിറ്റ് ഇട്ടിട്ട് ഇതായിരിക്കും എൻ്റെ തിങ്കളാഴ്ച ട്രേഡിങ് സെറ്റപ്പ്. അപ്പോൾ ഇവിടുന്ന് ഒരു ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് മോളോട്ട് നിഫ്റ്റി വന്നിട്ട് നിഫ്റ്റി താഴോട്ട് ഒരു ബ്രേക്കിംഗ് ഇതുണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് ഞാൻ ചെയ്യത്തുള്ളൂ. താഴോട്ട് ബ്രേക്ക് ചെയ്ത്, പക്ഷേ തിങ്കളാഴ്ച താഴോട്ടാണ് ഈ നിഫ്റ്റിയുടെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ മാർക്കറ്റ് സെന്റിമെന്റ്സ് അനുസരിച്ച് നിഫ്റ്റി ഈ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ എല്ലാ ടാർഗറ്റ്സും റീച്ച് ചെയ്യാനുള്ള ചാൻസ് ഒരു 70 to 80% ഉണ്ട്. അപ്പം ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.